നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, ഇന്ന് നേരം വെളുത്തപ്പോൾ നമ്മളെല്ലാം വളരെ രസകരമായ ഒരു വാർത്തയാണ്. രസകരമെന്ന് തന്നെ അതിനെ പറയണം. കാരണം അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നും ഗോവിന്ദചാമി ഇപ്പോൾ സൗന്ദര്യത്തിൻ്റെ അവസാന വാക്ക് ഐശ്വര്യ റായ്. ഇപ്പോൾ ഐശ്വര്യ റായ് ലോകസുന്ദരി പട്ടം നേടിയിട്ട് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു. എന്നിട്ടും ഒരല്പം സൗന്ദര്യം ഉള്ള ഒരാളെ കണ്ടാൽ അവളൊരു ഐശ്വര്യ റായോ എന്ന് ചോദിക്കും. അതുപോലെ ബോൾഡായിട്ടുള്ള സ്ത്രീകളെ, ഷോർട്ട് ഹെയർഡായി ബോൾഡായിട്ടുള്ള സ്ത്രീകൾ, നീ ആര് ഇന്ദിരാഗാന്ധിയോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വാളിറ്റിയുടെ ഐക്കണായിട്ടാണ് നമ്മൾ ഇന്ദിരാഗാന്ധിയെയും ഐശ്വര്യ റായൊക്കെ കാണുന്നത്. അതുപോലെ ഒരു പീഡനത്തിന്റെ ഐക്കണായിട്ട് കാണുന്ന ഒരാളാണ് ഗോവിന്ദചാമി. നീ ആര് ഗോവിന്ദചാമിയോ? പീഡിപ്പിക്കുന്നവന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള പേരായി ഗോവിന്ദചാമി മാറിയിട്ടുണ്ട്. അയാൾ ഈ അതീവ സുരക്ഷയുള്ള ഈ ജയിലിൽ നിന്നും ചാടി അയാൾ ചാടി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഇത് ജയിലിലുള്ളവർ അറിയുന്നത്. അത് റിപ്പോർട്ട് ചെയ്യുന്നത് വീണ്ടും മണിക്കൂറുകൾ കഴിഞ്ഞ്. പക്ഷേ അത് പിടികൂടുന്നു. അത് തത്സമയത്ത് പിടികൂടുന്ന ദൃശ്യങ്ങളൊക്കെ കിട്ടിയ വിവരം നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി, അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കുകയാണ് ഈ വിഷയം ചോദിക്കുമ്പോൾ, അതിൽ ഞാനെന്ത് പറയാനാ, ഗോവിന്ദചാമി സ്കൂളുകളിലൊന്നും പഠിക്കുന്നില്ലല്ലോ എന്ന്. അത് വെറുമൊരു മണ്ടൻ അഭിപ്രായമായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? അപ്പോൾ എൻ്റെ വകുപ്പല്ല ഇത്, അത് ആഭ്യന്തരമാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ടുള്ളൊരു കൊട്ടാണോ അത്? സത്യത്തിൽ ഈ പറയുന്ന പോലെ ശിവൻകുട്ടി കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും ഇട്ട് നല്ല തട്ട് തട്ടിയത് തന്നെയാണ്. കാര്യം, ഈ അടുത്ത് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ, ഗവർണറുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഈ പറയുന്ന ശിവൻകുട്ടിയോട് ചില അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ അതിന് കൃത്യമായി മറുപടി പറയേണ്ട അവസ്ഥ വന്നതും ഒക്കെ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്കാണ്, വിദ്യാഭ്യാസ വകുപ്പിനാണ്. വിദ്യാഭ്യാസ വകുപ്പിന് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുവെന്നും അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്നും അവരുടെ വീഴ്ചയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നുള്ള തരത്തിൽ വലിയ വാർത്തകൾ വന്നു. സത്യവുമാണ്. അതിനെല്ലാം ഈ ശിവൻകുട്ടി ഒറ്റയ്ക്ക് മറുപടി പറഞ്ഞതാ. ആ സമയത്ത് ആരും അദ്ദേഹത്തെ സഹായിക്കാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു സംഭവം വന്നപ്പോഴും അദ്ദേഹം പറയുന്നത്, ആ കാര്യങ്ങൾക്കെല്ലാം വിദ്യാഭ്യാസ വകുപ്പിനാണ് ഉത്തരവാദിത്വമെങ്കിൽ നിങ്ങൾ ഈ കാര്യം നേരിട്ട് പോയിട്ട് ആഭ്യന്തര വകുപ്പിനോട് ചോദിക്കുന്നേ. അതാണ് പറയാതെ പറഞ്ഞത്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഗവർണർ മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതായത് മുഖ്യമന്ത്രി അങ്ങോട്ട് പോയിട്ടാണ് ഗവർണറെ കൂടിക്കാഴ്ച നടത്തിയത്. അങ്ങനെ ഗവർണർ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഗവർണർ പറഞ്ഞ കാര്യം, ഗവൺമെൻറ്റുമായി സഹകരിച്ച് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വലിയ കുഴപ്പമില്ലാതെ പോവുകയും സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാനൊന്നും ഗവർണർ പോയിട്ടില്ല. ഈ പറയുന്ന സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് തന്നെ VC നിയമനമൊക്കെ നടത്താമെന്നൊക്കെ ഗവർണർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോഴും ഗവർണർ പറഞ്ഞത്, ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് മന്ത്രിസഭയിലെ ഒരു അംഗമായ ശിവൻകുട്ടിയാണ് എന്ന് ഗവർണർ പറഞ്ഞിരുന്നു. അത് വാർത്തകളിലൊക്കെ വലിയ രീതിയിൽ വന്നു. അതിനെതിരെ ഒരു CPM നേതാവും പ്രതികരിക്കാൻ പോയില്ല. കാരണം ഗവർണർ ഇനിയും പിണക്കണ്ട എന്ന് കരുതിയിട്ട് അത് ശിവൻകുട്ടിയുടെ തലയിൽ ഇടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇതിലൊക്കെ പ്രതിഷേധം പരോക്ഷമായി ഇന്ന് ശിവൻകുട്ടി തീർക്കുകയാണ് ചെയ്തത്. ഒന്നും മറക്കില്ല രാമ. അതെ, ഒന്നും മറക്കില്ല രാമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവൻകുട്ടി ചെയ്തത്. ശിവൻകുട്ടി പറയുന്ന ഭാഷയുണ്ട്. ഈ പറയുന്ന പോലെ, ഗോവിന്ദചാമി ഏതെങ്കിലും സ്കൂളിൽ പഠിക്കുന്നുണ്ടോ എന്നോട് ചോദിക്കാൻ. ഇത് ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. ആരാ മറുപടി പറയേണ്ടത്? സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പാണ് ജയിൽ വകുപ്പ്. ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ഈ പറയുന്ന ക്രമസമാധാനവും ജയിലും എല്ലാ സംഗതികളും ഉള്ളത്. ഈ DGPമാരും ജയിൽ DGP ആയിട്ടുള്ള പുതിയ ജയിൽ DGP ഉൾപ്പെടെ എല്ലാവരും ആരുടെ കീഴിലാണ്? ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ്. ഈ ആഭ്യന്തര വകുപ്പിന് ഒരു മന്ത്രി ഉണ്ടല്ലോ, ആഭ്യന്തര മന്ത്രി എന്ന് പറയുന്നത്. അത് ആരാണ്? അത് മുഖ്യമന്ത്രിയായ സാക്ഷാൽ പിണറായി വിജയനാണ്. നിങ്ങളെല്ലാം കൂടെ മയക്കം കൊണ്ടുപോയിട്ട് അങ്ങേരോട് ചോദിക്കുന്നേ, നിങ്ങൾ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് ചോദ്യം. സാധാരണ ഇതുപോലെ വകുപ്പിന് പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് വിശദമായ അന്വേഷണം അതാത് വകുപ്പുകൾ നടത്തും എന്ന ഒരു മാന്യമായ മറുപടിയല്ലേ അതെ പറയുക. സാധാരണഗതിക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും. മാത്രമല്ല, ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വേറെയും കാര്യമുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ ഒരു വീഴ്ചയുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടിയോട് ചോദ്യം ചോദിച്ചപ്പോൾ ശിവൻകുട്ടി പറഞ്ഞു അതിൽ കർശനമായ നടപടിയെടുക്കും എന്ന് വരെ പറഞ്ഞു ശിവൻകുട്ടി. അന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നില്ലേ, അവരാരും എന്റെ സ്കൂളിൽ പഠിക്കുന്നില്ല, ആരോഗ്യ വകുപ്പിനോട് ചോദിക്കുമെന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. പക്ഷേ അന്ന് പറഞ്ഞില്ല. പക്ഷെ ഇന്ന് ആഭ്യന്തരമന്ത്രിയോട് പോയി ചോദിക്കൂ എന്നുള്ള നിലയിൽ കൃത്യമായി ധാരണ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, നിങ്ങൾ എന്റെ പുറകെ നടക്കാതെ, എന്നോട് ചോദിക്കാതെ, നിങ്ങൾക്ക് ഈ ധൈര്യം മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ഇല്ലേ എന്നാണ് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടിട്ടെങ്കിലും മാധ്യമപ്രവർത്തകർ നേരെ മുഖ്യമന്ത്രിയോട് പോയിട്ട് എന്ത് ചെയ്യണം? ചോദിക്കണം. പക്ഷെ അവിടെ ഈ മാധ്യമപ്രവർത്തകർ ഒരു നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കുന്നുണ്ട്. അതെ, ഞങ്ങൾ പോയി ചോദിച്ചാൽ ഒന്നും മിണ്ടുന്നില്ല, പിന്നെ ഞങ്ങൾ ഇത് ആരോട് ചോദിക്കണം? അങ്ങനെ സ്വരാക്ഷരങ്ങൾ പറയും, പിന്നെ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുമായിരിക്കും. അതെ അതെ, അത് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിക്ക് കേരളത്തോട് എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ അദ്ദേഹം പറയും. അദ്ദേഹത്തോട് നമുക്ക് എന്തെങ്കിലും ചോദിക്കണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം മിണ്ടില്ല.
അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായി ഈ പറയുകയാണെങ്കിൽ ശിവൻകുട്ടി എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും വേണ്ടി ശിവൻകുട്ടി ഇവിടെ എന്താണ് പ്രവർത്തിച്ചിരിക്കുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായെന്ന് തോന്നുന്നു. അതേ ഒരു പ്രതിപക്ഷ നേതാവാണ്. എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദൻ്റെ ഒരു കാലഘട്ടത്തിന് ശേഷം അദ്ദേഹം പലപ്പോഴും പാർട്ടിക്കകത്തും പുറത്തും ഒക്കെ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. ആ ഒരു എന്താണ് ആ ഒരു സ്വാധീനം ഒരു പക്ഷേ ശിവൻകുട്ടിയെ സ്വാധീനിച്ചിരിക്കാം. ഞാൻ ഗൗരവത്തന്നെ പറയാണ്, സ്വാധീനിച്ചിരിക്കാം. അല്ല, ശിവൻകുട്ടി അദ്ദേഹം ഒരുപാട് മണ്ടത്തരങ്ങൾ മന്ത്രിയായിരിക്കുമ്പോൾ പറയാറുണ്ട്, പലതരത്തിൽ വിമർശനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് തന്നെ ഒരു അനുഭവം, അതായത് ഒരു ശരിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം, പാർട്ടി നോക്കാതെ തൻ്റെ മുന്നിൽ വരുന്ന ഒരു പരാതിക്കാരൻ, നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരാതി വരുമ്പോൾ ആ പ്രദേശത്തുള്ള, ഞാനൊരു തിരുവനന്തപുരത്തുകാരി ആയതുകൊണ്ട് തന്നെ പറയുകയാണ്, നമുക്ക് നേരിടുന്ന ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഉള്ളത് പോയി പറയുമ്പോൾ അദ്ദേഹം ആ നിമിഷം അതിൽ ആ പറയുന്ന പരാതിയിൽ ന്യായമുണ്ട് എങ്കിൽ പാർട്ടി നോക്കാതെ അദ്ദേഹം അതിൽ ഇടപെട്ടിരിക്കും എന്നുള്ളത് സ്വന്തം അനുഭവത്തിൽ പറയുകയാണ്. അതൊരു നല്ല മന്ത്രിയുടെ കാര്യമാണ്. നല്ല മികച്ച ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് പാർട്ടി നോക്കിയിട്ട് തൻ്റെ പാർട്ടിക്കാരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, തിരിച്ച് എല്ലാ ആളുകൾക്കും എന്ത് സഹായമാണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കുന്നവനാണ്, പാർട്ടി നോക്കാതെ ചെയ്തു കൊടുക്കുന്നതാണ് യഥാർത്ഥ ജനപ്രതിനിധി എന്ന് പറയുന്നത്. അതിലൊരു സംശയമില്ല. ഇനി ഈ കാര്യത്തിലേക്ക് വന്നാൽ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ സംഭവിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് വന്നാൽ എന്തൊക്കെയാണ് ഇന്ന് രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും നേരത്തെ ആദ്യം നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ചേച്ചി സംസാരിച്ച പോലെ തന്നെ രസകരമായ കാര്യങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു പെൺകുട്ടിയെ ഏറ്റവും ബ്രൂട്ടലായ രീതിയിൽ കൊലപ്പെടുത്തിയ മഹാവൃത്തികെട്ടവനായിട്ടുള്ള ഒരു വ്യക്തി, അയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് കഴിയുകയാണ്, അയാളെ അവിടെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നായികയ്ക്ക് 40 വട്ടം ഏത് കേസ് വരുമ്പോഴും നമ്മൾ പറയുന്നുണ്ട്. ഈ പറയുന്ന ഗോവിന്ദചാമിയെ എന്താണ് തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാവരും ഡയറ്റ് നോക്കാറുണ്ടല്ലോ. നമുക്കിപ്പോൾ റേഷനറി ചോറും വാങ്ങിച്ച് എന്തെങ്കിലും ഒരു പരിപ്പ് കറിയും വെച്ച് കഴിക്കാനാണെങ്കിൽ ഡയറ്റ് ഒന്നും നോക്കണ്ട, ചിലവ് കുറവാണ്, നടക്കും. പക്ഷെ ഡയറ്റ് നോക്കണമെങ്കിൽ അത് വളരെ ചിലവുള്ള കാര്യമാണ്. ഈ ജയിലിനുള്ളിൽ ഈ ഗോവിന്ദചാമി ഡയറ്റൊക്കെ വളരെ കൃത്യമായി, ഇപ്പോൾ ചോറ് ഒഴിവാക്കിയിട്ട് ചപ്പാത്തി ആയിരുന്നു അയാൾ കഴിക്കുമായിരുന്നു, അതായത് മെലിയാൻ വേണ്ടിയിട്ട് അയാൾ പ്ലാൻ ചെയ്യുന്നു. ഇപ്പോൾ അനുബന്ധമായി ഒരുപാട് കഥകൾ വരുന്നുണ്ട്. അയാൾ ചപ്പാത്തി കഴിച്ചു, ശരീരം അയാൾ പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ പോലീസിന്റെ ഭാഷ്യത്തിൽ മറ്റൊരു കഥ കേൾക്കുന്നത് ഗോവിന്ദചാമി സൈക്കോപാത്തായി മാറിയിരിക്കുകയായിരുന്നു. അയാളുടെ ആ ലൈംഗിക ആവശ്യം നിറവേറ്റാൻ പോലീസിനോട് ചോദിച്ചു, അത് നിങ്ങൾ എനിക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി തരും. ഒരു ജീവപര്യന്തം തടവിൽ കഴിയുന്ന ഒരു പ്രതി പോലീസിനോട് ചോദിക്കുകയാണ്, ഈ ഒരു ആവശ്യം എനിക്ക് നിറവേറ്റി തരുമോ എന്ന് ചോദിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുത്തതാരാ? അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അയാൾ ആ ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങി എന്ന് വരുത്തി തീർക്കുകയാണ്. അവിടെ ജയിൽ സുരക്ഷ അവിടെ ചർച്ചയാക്കണ്ടേ? തീർച്ചയായിട്ടും അത് വളരെ കൃത്യമായ ചോദ്യമാണ്. കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിനെ പോലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികളെ കൊണ്ടുപോകുന്ന ജയിലാണ് കണ്ണൂരും വിയ്യൂരും അടക്കമുള്ള ജയിൽ. അതിൽ വിയ്യൂരിൽ അതീവ സുരക്ഷാ ജയിലുണ്ട്. ഗോവിന്ദചാമി പോലുള്ളവരെ കൃത്യമായും വിയ്യൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ജയിലിലേക്കൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും കണ്ണൂർ എന്ന് പറയുന്നത് പലപ്പോഴും രാഷ്ട്രീയ തടവുകാർക്ക് സഹായം ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ ഏറെ ചർച്ചയാക്കപ്പെട്ട ഒരു ജയിൽ കൂടെയാണ്. നമുക്കറിയാം, CPM-ന്റെ ക്രിമിനലുകളായിട്ടുള്ള തടവുകാർക്ക് ഭക്ഷണം മുതൽ മൊബൈൽ ഫോൺ വരെ പുറത്തുനിന്ന് എത്തിച്ചു കൊടുത്ത് ഫേമസ് ആയ ഒരേ ഒരു ജയിൽ കേരളത്തിലുണ്ടെങ്കിൽ അത് കണ്ണൂർ സെൻട്രൽ ജയിലാണ്. കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് CPM-ന്റെ സ്വന്തം ജയിൽ പോലെയാണ് അവിടെ അറിയപ്പെടുന്നത്. ഏത് പാർട്ടി ഭരിച്ചാലും അത് CPM-ന്റെ ഒരു കേന്ദ്രം എന്ന നിലയിലാണ് അവിടെ അറിയപ്പെടുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, അവിടുത്തെ ആളുകളായിക്കോട്ടെ, ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ, അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ കുറ്റകൃത്യങ്ങളിൽ പെട്ടുവരുന്ന തടവ് കേസുകളിൽ പെട്ടുവരുന്ന ആളുകൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, മൊബൈൽ ഫോണുകൾ എത്തിച്ചു കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പ്രതികളെ അതിനുള്ളിൽ വെച്ച് അറ്റാക്ക് ചെയ്യുക, അത്തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ അവിടെ നിറവേറ്റപ്പെടുന്നത് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്താണ്. കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് ഈ പറയുന്ന ഗോവിന്ദചാമി എന്ന് പറയുന്ന ഈ നികൃഷ്ടനായ ക്രിമിനൽ ഒരുപാട് ദിവസങ്ങൾ എടുത്തുകൊണ്ട് ഇതൊക്കെ പ്ലാൻ ചെയ്ത് ദിവസങ്ങളെടുത്ത് കമ്പി മുറിച്ച് പുലർച്ചെ 4:30-ക്കും 5 മണിക്കും ഉള്ളിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നടന്ന് മതിലിൻ്റെ മുകളിൽ കയറി, ഒറ്റക്കൈയാണ്, മതിലിൻ്റെ മുകളിൽ കയറി അവിടെ കുടുക്കിട്ട് താഴോട്ട് ഇത് ഇട്ടിട്ട് ചാടുന്നു. ഒരു ചോദ്യമുണ്ട്, ഇയാൾക്ക് എവിടെ നിന്ന് ആയുധങ്ങൾ കിട്ടി? ഇയാൾക്ക് എവിടെ നിന്നാണ് വെപ്പണസ് കിട്ടിയത്? 1. 2, ഇയാൾക്ക് ഇത്രയും നീളത്തിലുള്ള തുണി എവിടെ നിന്ന് കിട്ടി? കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് ഇത്രയും നീളത്തിലുള്ള സാരി പോലുള്ള അത്രയും നീളത്തിലുള്ള തുണി എവിടെ നിന്ന് കിട്ടി? ആര് കൊണ്ടു കൊടുത്തു?
ഇയാൾ പറയുന്നത് അവിടെ എന്തോ വർക്കുണ്ടായിരുന്നു, ഫാബ്രിക്കേഷൻ വർക്കോ അങ്ങനത്തെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, ആ സമയത്ത് അതിൽ നിന്ന് ആക്സോ ബ്ലേഡ് കിട്ടിയതാണ് എന്ന് പറയുന്നത്. ഇതും വിശ്വസിക്കാൻ നമ്മൾ മണ്ടന്മാരൊന്നുമല്ല. അല്ല, ആക്സോ ബ്ലേഡ് ഒരു ദിവസം കൊണ്ട് ഇയാൾക്ക് അത് മുറിച്ചു മാറ്റാൻ കഴിയുമായിരുന്നു? ഇല്ല. അവിടെ അതിന്റെ ഉള്ളിൽ റോന്ത് ചുറ്റുന്ന പോലീസുകാരില്ലേ, ഇവരൊന്നും ഇത് കണ്ടില്ലേ? അത് ഉള്ളിലുള്ള സപ്പോർട്ട് ഇല്ലാതെ ഇയാൾക്ക് ഒരു കാരണവശാലും ഇത് ചെയ്യാൻ കഴിയില്ല. മാത്രവുമല്ല നിന്നുള്ള സപ്പോർട്ട് അല്ല. 2018 ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഫോണുകളും സിം കാർഡുകളും 39 മൊബൈൽ ഫോണുകളും 32 സിം കാർഡുകളും ഈ ജയിലുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണുകളും സിമ്മുകളും അവിടെ ആ ജയിലിനുള്ളിൽ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ എത്ര സുരക്ഷിതമായിരിക്കും അവിടെ ജയില്, ഇല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ പോയ സ്വസ്ഥമായി മറ്റൊരു ആരുടെയും ശല്യമില്ലാതെ സ്വസ്ഥമായിരുന്ന് ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഗൂഢാലോചനയും എല്ലാം അവിടെ ആവശ്യ സമയമാകുമ്പോൾ പുറത്തിറങ്ങിയാൽ മതി. ഇതുപോലെ അത് ഞാൻ പറഞ്ഞു, അതിന്റെ ഒക്കെ തുടക്കം കുറിച്ചതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും CPM ക്രിമിനലുകൾക്ക് വേണ്ടിയാണ്. ആ ക്രിമിനലുകൾക്ക് എല്ലാ സഹായവും ചെയ്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടി കണ്ണടയ്ക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ സഹതടവുകാരൻ ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. സഹതടവുകാരൻ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഇയാൾ ഇരുന്ന് മുറിച്ചത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നൊരു ചോദ്യമുണ്ട്. ഒരു പോലീസുകാരുടെയും ശ്രദ്ധയിൽ ഇത് ഇത്ര മുറിച്ച്, അതായത് കമ്പി മുറിച്ച് പുറത്ത് ചാടണമെങ്കിൽ എത്രത്തോളം ഇതുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. അല്ല, അങ്ങനെ ഒരു ദിവസം കൊണ്ട് മുറിച്ചു മാറ്റാവുന്ന കമ്പിയാണോ സെല്ലിലുള്ളത്? അല്ല, അയാൾ പറഞ്ഞത് 4 ദിവസം എടുത്ത് മുറിച്ചു എന്നാണ് പറയുന്നത്. 4 ദിവസം എടുത്ത് മുറിച്ചാലും ഈ 4 ദിവസവും പോലീസുകാർ എന്ത് ചെയ്യുമായിരുന്നു? ഇനി 24 മണിക്കൂറും നിരീക്ഷണ ക്യാമറയുണ്ട് ജയിലിൽ. അതിന് മുന്നിൽ ഓഫീസേഴ്സ് ഉണ്ട്. 2 ഓഫീസർമാരെ ഡ്യൂട്ടിക്കിടും. ഇവന്മാരെന്ത് ചെയ്യായിരുന്നു? ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യായിരുന്നു? കാരണം അത്രയേ ഉള്ളൂ ഈ പറയുന്ന ജയിൽ സുരക്ഷയും ആഭ്യന്തര വകുപ്പും ഒക്കെ. ഞാൻ പറയുന്നത് ഈ എല്ലാ കാര്യത്തിലും ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ കേരളമാകെ തന്നെ പുറകോട്ട് പോയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ പുതിയ DGP വന്നതിന് ശേഷം കുറച്ചുകൂടെ ഈ മയക്കുമരുന്നിനെതിരൊക്കെ നടപടി എടുക്കുന്നുണ്ട് എങ്കിൽ കൂടെയും ക്രമസമാധാന രംഗത്ത് വലിയ മുന്നോട്ട് പോക്ക് നമ്മൾ പോയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിൽ പൂച്ച പറ്റി കിടക്കുകയാണോ? ഈ നമ്മളെ ഗജരാവിൽ പൂച്ച പറ്റുമെന്ന് പറയില്ല, അതുപോലെ ആഭ്യന്തര വകുപ്പിൽ പൂച്ച പറ്റി കിടക്കുകയാണ്. അല്ല, സീരിയസ്ലി. കാര്യം ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രസവിച്ച് കിടക്കുന്ന തള്ളപ്പൂച്ചയ്ക്ക് വലിയ പണിയൊന്നും എടുക്കാൻ കഴിയില്ല. അങ്ങനെ വളരെ എന്താണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും, അതിനടുത്തൂടെ ആർക്കും പോകാൻ പറ്റില്ല. അത് ജീറിപ്പായും. അത് ഇവിടെയും ചെയ്യുന്നുണ്ട്, സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്, വേറെ ആർക്കൊന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിൽ ഇത്രയും ഒരു മോശം ആഭ്യന്തര വകുപ്പ് നമ്മുടെ സംസ്ഥാന ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പൊതുജനങ്ങളുടെ കാര്യത്തിൽ മറ്റൊരാളുടെ പ്രതികരണം കൂടെ കാണേണ്ടതുണ്ടായിരുന്നു. നമ്മുടെ CPM സെക്രട്ടറിയുടെ MV ഗോവിന്ദൻ മാഷ് ഈ ജയിൽ വകുപ്പിന്റെ എന്താ പറയായിരിക്കും അറിയാമോ? അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ ഒരു പരിഹാസം ചെയ്ത്, അതായത് കേരളത്തിലെ സകല ജനങ്ങളെയും പുച്ഛിച്ചുകൊണ്ടുള്ള ഒരു ചിരിയും സമ്മാനിച്ച് കടന്നു പോകും. അല്ല, ഇതൊക്കെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. ഒന്ന്, ഈ ഒരു പ്രശ്നം വന്ന സമയത്തും ഇപ്പോഴും CPMന്റെ സൈബർ അണികൾ പറയുന്നത് ഇതൊരു വലിയ അവസരമാക്കി എടുക്കാൻ നിന്നതായിരുന്നു, ചീറ്റിപ്പോയി. എന്താണ് ചീറ്റിപ്പോയത്? ഇത്രയും പെട്ടെന്ന് പ്രതിയെ പിടിച്ചു, കിണറ്റിൽ നിന്ന് മുങ്ങി പിടിച്ചു, അതൊരാൾ കണ്ടതുകൊണ്ട്. ഞാൻ ചോദിക്കുന്നത്, കണ്ണൂർ സെൻട്രൽ ജയിൽ പോലുള്ള ഒരു ജയിലിനകത്ത് നിന്ന് ഇങ്ങനെ ചാടാൻ കഴിയുമെങ്കിൽ ആ പോകുന്ന പോക്കിൽ അത്രയും സമയത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അല്ല, പോലീസ് പറയും അയാൾ സൈക്കോപാത്താണ്, അയാളുടെ ആ ലൈംഗിക തൃഷ്ണ നിറവേറ്റാൻ വേണ്ടിയാണ് ജയിലിൽ ചാടിയത്, അത് നിറവേറ്റി കഴിഞ്ഞാൽ അയാൾ തിരികെ വരും. ഇപ്പം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിലുണ്ടല്ലോ, DYFIയുടെ മാർച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും സകലമാന പോലീസ് സ്റ്റേഷനുകളിലേക്കും ആളുകളിലേക്കും. അപ്പോൾ കോൺഗ്രസ് മാർച്ച് മാത്രമല്ല, പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെ നടന്നില്ല. അതെ, ഇത്രയും വലിയ ക്രിമിനലിനെ തുറന്നു വിടുന്ന എന്നൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇത് കൃത്യമായി ഉപയോഗിക്കാൻ കോൺഗ്രസിന് അറിയില്ല എന്നുള്ളത് വേറൊരു കാര്യം. അല്ല, ക്യാപ്സ്യൂളുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താ അറിയാമോ? DCC ഓഫീസിന്റെ സമീപത്തുള്ള കിണറ്റിൽ നിന്നാണ് ഇയാളെ കിട്ടിയത്. അത് ശരിയാണ്. DCC ഓഫീസിലേക്ക് എത്താൻ കഴിയും മുന്നേ ആരെ കണ്ടതുകൊണ്ട് യഥാർത്ഥത്തിൽ ഗോവിന്ദചാമി വന്നത് DCC ഓഫീസ് ലക്ഷ്യമാക്കിയാണ്. അവിടെ സേഫ് ആയിട്ട് ഇരിക്കാൻ കരുതുമെന്ന് അതാണ് അയാൾ കരുതിയത്. പക്ഷെ അവിടെ എത്താൻ പറ്റുന്നതിന് മുന്നേ ആ കിണറിലേക്ക് ഒളിക്കേണ്ടി വന്നു. പക്ഷെ വേറെ ഒരു പ്രശ്നമുണ്ടല്ലോ. കാര്യം എന്താണെന്നറിയോ? അയാൾ DCC ഓഫീസിന്റെ അടുത്ത് കൂടിയാണ് അപ്പുറത്തെ ഈ കാടുള്ള സ്ഥലത്തേക്ക് പോയത്. എന്നിട്ട് അയാൾ ഒളിച്ചിരുന്നത് എവിടെയാണെന്നറിയോ? ഒരു സർക്കാർ ഓഫീസിന്റെ മുറ്റത്തുള്ള കിണറ്റില്ല. അതിന്റെ തൊട്ടിപ്പുറം എന്താണെന്നറിയോ? CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസും CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസും. അത് ആ സഖാവിനെ അറിഞ്ഞുകൂടായിരുന്നു. DCC ഓഫീസ് മാത്രമേ DCC ഓഫീസിനടുത്തേക്ക് ദൂരമുണ്ട്. ഈ പറയുന്ന പാർട്ടി ഓഫീസിനകത്തേക്ക് ദൂരമില്ല. ഈ കിണറ്റിന് തൊട്ടപ്പുറത്താണ് പാർട്ടി ഓഫീസ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പ് കേട് അത്രയ്ക്ക് രൂക്ഷമായ സ്ഥിതിയിലാണ് ഇപ്പോൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജയിലുകളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് എന്തായാലും ഇവരുടെ ഭരണത്തിന്റെ കീഴിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ വായിട്ടലക്കിയാന്നല്ലാതെ വേറൊരു കാര്യം വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കും. അല്ല, ജനങ്ങൾ വിചാരിക്കുന്നത് എന്താ? നിയമം ഇവിടെ ശക്തമാണ്, നമുക്കിവിടെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയും. അവർ ജയിലിലായല്ലോ.
എന്നാൽ ജനങ്ങൾ മനസ്സിലാക്കുക, ഈ കുറ്റവാളികൾ ജയിലിലായാൽ പോലും നമ്മൾ സുരക്ഷിതരല്ല. തീർച്ചയായും.